അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ക്ഷമയെ പറ്റി പറഞ്ഞതാ സൂറത്തുൽ ലുഖ്മാൻ. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഒന്ന്. അടുത്തത് വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. രണ്ടാമത് പറഞ്ഞു കൊടുത്തൊരു ല കൂടിയിട്ടുണ്ട്. മിൻ അസ്മിൽ ഉമൂർ ആദ്യത്തിലുണ്ട്, ഇവിടെ വന്നപ്പോ ലമിൻ അസ്മിൽ ഉമൂർ. എന്തിനാണ് ഒരു ലാം? അല്ലാഹുവിന്റെ വചനങ്ങളിൽ ഏറെയില്ല. അല്ലാഹുവിന്റെ വചനങ്ങളിൽ ആശയപ്പൊരുത്തമല്ലാതെ അല്ലാഹു വാക്കുകളെ ഭംഗിയാക്കാൻ വേണ്ടി അർത്ഥശൂന്യമായ വാക്ക് അല്ലാഹു ഉപയോഗിക്കില്ല. ഇത് പരിശുദ്ധ ഖുർആനാണ്. എന്താ ഇവിടെ പറഞ്ഞത്? ക്ഷമിക്കുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നു, ഈ ചർച്ചകളിലൂടെ ഇസ്ലാം നൽകുന്ന സന്ദേശത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ ഇടയിലൂടെ ക്ഷമിക്കാൻ പറയുന്നു. നമുക്കൊക്കെ അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. അസുഖം വരും, ക്യാൻസറാണ് നമ്മൾ കേൾക്കും. അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിന് വരുന്ന അസുഖങ്ങളും പ്രയാസങ്ങളും ഇതിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നും? ആരോടാ പകരം വീട്ടുക? അല്ലാഹു തന്നതല്ലേ, ഞാൻ ക്ഷമിക്കാം. ആ ക്ഷമക്ക് വലിയ കനം വേണ്ട. കാരണം ആരോടും പകരം ചോദിക്കാനില്ല. നേരെ മറിച്ച് വേറെ ഒരാൾ ഒരു പഞ്ച് ചെയ്തു, നിങ്ങളുടെ വാരിയെല്ലാം പൊട്ടിപ്പോയി, നിങ്ങൾ വിടുവോ? ഇല്ല. നിങ്ങളുടെ പൈസ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഒരാൾ മുങ്ങിക്കളഞ്ഞു, നിങ്ങൾ പറയില്ലേ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല? പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നാ പറയണത്. കഴിയാത്ത ആളാണെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കിട്ട. ബുദ്ധിമുട്ടാക്കി ഒരാൾ, അത് സഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മളൊക്കെ ക്ഷമയെ പറ്റി പറയും അല്ലേ? ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്നോടങ്ങനെ ചെയ്തോ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ രണ്ട് ക്ഷമയുടെ വിഷയം. ഒന്ന്, അല്ലാഹു നിങ്ങളും തമ്മിലുള്ള വിഷയം. നിങ്ങൾ പോയി കാല് വെച്ചു നിങ്ങൾ വീണു, ആരെ കുറ്റം പറയാൻ? നിങ്ങൾ പോകുന്നിടക്ക് ഒരാൾ കാലുകൊണ്ട് വള്ളി വെച്ച് വീഴ്ത്തി, അപ്പൊ നിങ്ങൾക്ക് അയാളോടൊരു ദേഷ്യം, ക്ഷമിച്ചു കൊടുക്കും. അവിടെ നല്ല ക്ഷമ വേണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ആയത്തിലേക്ക് വരും. എന്താ അല്ലാഹു പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ അസ്വാബക. മോനെ, നിനക്ക് വരുന്ന മുസീബത്തുകൾ നീ ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് വളരെ പ്രയാസമേറിയ എന്നാൽ ഏറ്റവും നല്ല കാര്യമാണ്. താഴെ വരുന്നു. എന്താ? സംഘടനകളെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗമാണത്. അങ്ങനെ അക്രമങ്ങളും ദുൽമും ചെയ്യുമ്പോ വലമൻ സബറ വഗഫറ, ആരെങ്കിലും പുറത്തു കൊടുക്കുകയോ മാപ്പാക്കുകയോ ചെയ്യുമെങ്കിൽ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. മാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ആ ക്ഷമ കുറച്ച് കട്ടിയുള്ള ക്ഷമയാണ്. അപ്പൊ ലമിൻ എന്നല്ല എന്ന ഒരൊറ്റ അക്ഷരേ വന്നിട്ടുള്ളൂ. ആശയത്തിലെ വ്യത്യാസം എന്താണ്? ഖുർആൻ കണ്ടിട്ടും മുസ്ലിമായി വന്ന ആളാണ് ലിയോപോൾ വെയ്സ്. അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്. ലിയോപോൾ വെയ്സ് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നും ഒരു ബിസിനസ് പേഴ്സൺ, ഒരു പ്രൊഫഷണൽ. അബുദാബിയിലൊക്കെ നമ്മളൊക്കെ നേരം വെളുത്താൽ കോലം കിട്ടുന്ന നമ്മുടെ ആ ഒരു ജോലി രീതി അല്ലേ? ട്രെയിനിൽ, സിറ്റി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എന്നും കാണും ഒരുപാട് പ്രൊഫഷണൽ ടൈം കോട്ടൊക്കെ, പക്ഷെ ഭയങ്കര മ്ലാനത, മുഖത്തൊരു സമാധാനമില്ലാതെ ഇരിക്കുക. എല്ലാവരും പറഞ്ഞ ഡെഡ് സൈലൻസ്, ആരും ഉണ്ടണില്ല, അവനെ കാര്യം നോക്കിയിട്ട് എന്തൊക്കെയോ ഒരു ടെൻഷൻ മുഖത്തുണ്ട്. എന്നാൽ അത് എന്താണെന്ന് അറിയാം. എന്നും ഇത് കാണുക. ഇത് പ്രൊഫഷണൽ ദുന്യാവിന് വേണ്ടി മരിക്കുന്നവന്റെ വിഷയം ഇതാണ്. ഒരിക്കലും സമാധാനം കിട്ടൂല. എന്റെ ബിസിനസ് നാളെ മറ്റേ കമ്പനിയായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റേ ആളൊന്ന് അത് എടുത്തു മാറ്റോ, അതുകൊണ്ട് അതിന്റെ മുമ്പ് എനിക്ക് ആ ക്ലയന്റിനെ കിട്ടണം. ഇവന്റെ ടെൻഷൻ അതാണ്. ഷിപ്മെന്റ് ചെയ്ത വിഷയം എത്തിയോ ഇല്ലയോ ഇവന്റെ ടെൻഷൻ അതാണ്. എന്റെ സാലറി നാളെ കൂടൂലേ എന്നുള്ള വിഷയം അതാണ്. ഡേറ്റ് ആയിട്ടുണ്ട്, എന്റെ സാലറി വല്ലതും ഡിഡക്റ്റ് ആയി പോവോ എന്ന ഇങ്ങനെ മനുഷ്യൻ ദുന്യാവിനെ പറ്റി വേദാറിലാണ്. ഒരു ഖുദ്സിയായ ഹദീസിന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പറയാണ്, എന്റെ ദാസനെ നീ നിന്റെ റിസ്കിനെ പറ്റി പേടിക്കണ്ട, അത് ഞാൻ നിനക്ക് തരും. ഞാൻ നിനക്ക് തരുന്നത് തൃപ്തിപ്പെട്ടാൽ ഞാൻ നിനക്കതിൽ ബറക്കത്ത് ചെയ്യും, നിന്നെ ഞാൻ ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ നിനക്ക് തരുന്നത് നീ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, വന്യമൃഗങ്ങൾ അന്നം തേടി കഷ്ടപ്പെടുന്ന പോലെ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തും. എന്നിട്ട് നീ ചാടി വീണ് കിട്ടുന്നതോ ഞാൻ നിനക്ക് കണക്കാക്കിയതേ നിനക്ക് കിട്ടൂ.
എന്റെ അടുത്ത് നിന്ദ്യനായി പോവുകയും ചെയ്യും. ഏത് വേണം തീരുമാനിച്ചോ. അല്ലാഹു പറഞ്ഞു, ഖുദ്സിയായ ഹദീസ് മനോഹരമാണ്. അല്ലാഹു പറഞ്ഞു, മനുഷ്യ, ഇന്നത്തെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നാളത്തെ ഭക്ഷണം നീ എന്നോട് ചോദിക്കല്ലേ. എന്തുകൊണ്ട്? നാളത്തെ ഇബാദത്ത് ഞാൻ നിന്നോട് ഇന്ന് ചെയ്യാൻ പറയുന്നില്ല. നീ ഇന്നത്തെ ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നാളത്തേത് ചോദിക്കല്ലേ. നാളത്തെ ഇബാദത്ത്, നാളത്തെ ആരാധന, നാളത്തെ ഇബാദത്ത് ഇന്ന് നീ പ്രീപോണ്ട് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നീ ബേജാറാവല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതാണ് റിസ്ക്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ലിയോപോൾ വെയ്സ് നോക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര സങ്കടം, മുഖത്തൊക്കെ ഒരു മ്ലാനത. അദ്ദേഹം വീട്ടിൽ ചെന്നു. തന്റെ ഭാര്യ അന്ന് ഇസ്ലാമിനടുത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി മേശപ്പുറത്തുണ്ട്. എടുത്തുങ്ങൾ നോക്കി, തുറന്നു തന്നെ, സമ്പത്ത് വേണം, സമ്പത്ത് വേണം എന്ന ചിന്തയിൽ, ഉണ്ടാക്കണം ഉണ്ടാക്കണം, പോരാ പോരാ എന്ന ചിന്തയിൽ, നിങ്ങൾ മരണം വരെ ഈ ചിന്തയിൽ അക്ഷമനായി കഴിഞ്ഞുകൂടുകയാണല്ലേ. ഇതിനാണോ വന്നത്? സമ്പത്ത് പോരാ പോരാ എന്ന ചിന്ത, ഇതല്ലേ നിന്നെ അലോസരപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്ന സൂറത്തു തകാസുർ കണ്ടപ്പോഴാ ലിയോപോൾ വെയ്സ് അല്ലാഹുവേ ദൈവമേ എന്ന് അയാൾ വിളിച്ചു. ഇതാണല്ലോ ഞാൻ അന്വേഷിക്കുന്നത്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. റിസ്ക് നീ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ സസ്റ്റനൻസ് ആൻഡ് പ്രൊവിഡൻസ് നിന്റെ കയ്യിലാണെങ്കിൽ ഞാൻ എന്തിന് ടെൻഷൻ അടിക്കണം? അങ്ങനെ മുസ്ലിമായി ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് മുഹമ്മദ് അസദ് എന്നാണ്. ദ റോഡ് ടു മക്ക എന്ന പുസ്തകം എഴുതി മക്കയിലേക്കുള്ള പാത, തന്റെ ഇസ്ലാമിലേക്കുള്ള പാതയെ വെട്ടിത്തെളിയിച്ച ജേർണലിസ്റ്റ് ആണ് ലിയോപോൾ വെയ്സ്. ഇന്നറിയപ്പെടുന്ന എന്താണ്? മുഹമ്മദ് അസദ്. 970-കളിൽ ഇംഗ്ലണ്ട് കണ്ട പോപ്പ് ഗായകനാണ് കാറ്റ് സ്റ്റീവൻസ്. കാറ്റ് സ്റ്റീവൻസ് ലോകം കണ്ട അന്നത്തെ 970-കളിലെ പോപ്പ് സിംഗറാണ്. ആരാണ് ഈ പോപ്പ് ഗായകൻ? അദ്ദേഹം മൊറോക്കോയിൽ വന്നപ്പോൾ ഒരിക്കൽ ബാങ്ക് കേൾക്കുന്നുണ്ട്. അദ്ദേഹം മ്യൂസിക്കുമായി, നിങ്ങൾക്കറിയാം ഒരു പോപ്പ് ഗായകന്റെ ജീവിതത്തിൽ എന്താ ദുനിയാവിൽ കിട്ടാത്ത സുഖം എന്താണ്? എല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മ്യൂസിക്കും ചെവിയിൽ വെച്ച് നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, അല്ലാഹ്, ഖുർആൻ കയ്യിലുള്ള ഒരു സമൂഹം അതുപേക്ഷിച്ച് മ്യൂസിക് ചെവിയിൽ വെക്കണോ? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം എന്ന് ചോദിച്ചു, ഇതെന്താണ്? ബാങ്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ദിസ് ഇസ് മ്യൂസിക് ഫോർ ഗോഡ്. ഇത് ദൈവത്തിന് വേണ്ടിയുള്ള മ്യൂസിക്കാണ്. Music for God. അങ്ങനുണ്ടോ? മ്യൂസിക് ഫോർ മണി, മ്യൂസിക് ഫോർ ഫെയിം, മ്യൂസിക് ഫോർ ഫൺ, ഇതൊക്കെ എനിക്കറിയാം. ദൈവത്തിന് വേണ്ടി ഒരു മ്യൂസിക്കോ? അവിടെ ഒരു അദ്ദേഹത്തിൽ ചിന്ത തുടങ്ങാണ്. ആ ബാങ്കിന്റെ വചനം ഹദീസിൽ വന്ന നബിതങ്ങൾക്ക് സ്വപ്നദർശനം വന്ന വഹീന്റെ വചനമാണ്. അതിനും ചില ചലനങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും. അദ്ദേഹം തന്റെ ഒരു ഹോളിഡേ, അദ്ദേഹം അത് പോയത് 977 മൊറോക്കോയിൽ വന്ന് 977, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. 77 അദ്ദേഹം കാലിഫോർണിയക്കടുത്തുള്ള മാലിബു ദ്വീപിൽ, അവിടെ അദ്ദേഹം ഒരു ഹോളിഡേ വെക്കേഷന് പോയപ്പോ കടലിൽ സ്വിമ്മിങ്ങിന് ഇറങ്ങി, കുളിക്കാൻ ഇറങ്ങിയപ്പോ തിരമാല വന്ന് ഇയാളങ്ങോട്ട് കൊണ്ടുപോയി കടലിലേക്ക്. ഒരൊറ്റ നിലവിളി, Oh my God, if you save me, I will work for you. അദ്ദേഹം ഇന്നും അത്ഭുതത്തിൽ, അഭിമാനത്തിൽ ഈ സംഭവം പറയുന്നു. പടച്ചവനെ, ദൈവമേ, അത് അല്ലാഹു ആണോ യേശു ആണോ ഒന്നും അദ്ദേഹം അറിയില്ല. അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, ദൈവമേ, നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് വേണ്ടി സേവനം ചെയ്യും. ആ പണി ഇന്ന് ചെയ്യുന്ന ഒരു മഹാനായ ദാഇയായി മാറിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. ഒരു തിരമാല കണ്ട് വന്ന് അദ്ദേഹത്തെ കരയിലോട്ട് തള്ളിക്കൊണ്ടുവന്നു. അദ്ദേഹം മനസ്സിലാക്കി, ഇത് ദൈവികമാണ്, ഇത് അള്ളാഹുവിനെ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ ചെന്നിട്ട് കിട്ടിയത് സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫ് ഇങ്ങനെ മറിച്ചു നോക്കി. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇത്ര മനോഹരമായി, ചാരിത്രശുദ്ധി, വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരത്തെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ അനുഭവം മനോഹരമായി വിവരിച്ച രംഗം അദ്ദേഹം പറഞ്ഞു. ഇത് വായിച്ചപ്പോ ഞാൻ തോന്നി, this is divine, ഇത് ദൈവികമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ കഥ എഴുതാൻ കഴിയില്ല. സൂറത്ത് യൂസുഫ് കണ്ടുകൊണ്ടാണ് അല്ലാഹുവാണ് എന്റെ രക്ഷകൻ എന്ന് മനസ്സിലാക്കി ഇന്ന് ജീവിച്ചിരിപ്പുള്ള കാറ്റ് സ്റ്റീവൻസ്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കുന്നവർക്ക് ഹക്ക് മനസ്സിലാകുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സ്കിപ്പ് എസ്റ്റസ് എന്ന് പറയുന്ന ഒരു പോപ്പ് പ്രൊട്ടസ്റ്റന്റ് ഫാമിലിയിൽ ജീവിച്ച അദ്ദേഹം ജീവിച്ചത് ഓഹിയോയിലാണ്. അമേരിക്കയിലെ ഓഹിയോയിൽ ജനിച്ച സ്കിപ്പ് എസ്റ്റസ്, അദ്ദേഹത്തിന്റെ പേരതായിരുന്നു അന്ന്.
ഈജിപ്തുകാരനായ ഒരു മുഹമ്മദ് എന്ന ഒരു കൂട്ടുകാരനുണ്ട്, ബിസിനസ് പേഴ്സൺ. അയാളോട് ഇങ്ങനെ സംസാരിച്ചതാ, വെറുതെ അങ്ങനെ സംസാരിച്ചതാ അല്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് ഇസ്ലാം? അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങളുടെ അന്ന് അദ്ദേഹം പ്രീസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയം, പള്ളിയിലെ പ്രീസ്റ്റാണ്, പള്ളിയിലെ അച്ഛനാണെന്നൊക്കെ പറയില്ലേ. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം എപ്പോഴും ഏറ്റവും നല്ലത് സ്വീകരിക്കണമെന്ന് പറയുന്ന മതമാണ്. നിങ്ങളുടെ ക്രിസ്ത്യാനിസം ഇസ്ലാമിനേക്കാളും ശരിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ഒന്ന് പറഞ്ഞരി എന്താണ് ക്രിസ്തു മതവിശ്വാസം. അദ്ദേഹം പറഞ്ഞു, എന്താ പറയാ, കല്യാണത്തിന് ഇങ്ങനെയാണ്, ശവസംസ്കാരം ഇങ്ങനെയാണ്, ജനിച്ചാൽ ഒരു മാമോദിസ, ഇതല്ലാതെ ഇതാണ് ജീവിതം. നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് പറ്റും, ഇത് പാടില്ല, ഇന്നതേ ചെയ്യാവൂ, ഇങ്ങനെ ജീവിത നിയമങ്ങൾ പറയുന്ന അതും ദൈവം എങ്ങനെ, അല്ലാഹു എങ്ങനെ ഇത് പറയുന്നത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇന്ന് മുസ്ലിമാണ്, ദാഇയാണ്, യൂസുഫ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് യൂസുഫ്മാർ. മാർക്ക് ഹാൻസൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ്. ഇന്ന് ലോകമറിയപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയൊരു ആലിമായി, തസവുഫും ഷാദുലി ത്വരീഖത്തിന്റെ ഒരു മുരീദുമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന വലിയ ആലിം, ഇന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ദീനിനെ ഇത്രയധികം അടുത്തു പഠിച്ച, ഉസൂലുകൾ പഠിച്ച പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹംസ യൂസുഫ്. അദ്ദേഹം ഇന്ന് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ പേരെന്താ, അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ടായിരുന്നു എലീലി ഹാൻസൺ. അവരിന്ന് അവരുടെ പേര് ഉമ്മു യഹ്യ, അവർ മുസ്ലിമാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം എനിക്ക് സത്യം അറിയണം എന്നറിഞ്ഞവരുടെ മുമ്പിലാ ഒന്നും ഇസ്ലാം പിശുക്ക് കാണിച്ചിട്ടില്ല, സ്വീകരിച്ചോ. അത് ഹൃദയത്തോട് സംവദിക്കുകയാണ്, കൽബിനോടാ സംവാദനം. ദേഷ്യപ്പെടുന്ന ആളോടും ഖുർആനിന്റെ ഒത്തുമതി. കുട്ടിക്കും ഖുർആൻ മനസ്സിലാകുന്നുണ്ട് അല്ലേ? ഒരു രാജാവിനോട് പറയേണ്ടത് അല്ലാഹു ആ ശൈലി ഉപയോഗിക്കുള്ളൂ. വൃത്യനോട് പറയുന്നതും അതേ ശൈലിയാണ്, ഒരേ ശൈലി. എന്ത് മൂഡിലായാലും ഇത് മനസ്സിലാകും, ഇതുകൊണ്ട് ചലനുണ്ടാകും. അത് ഖുർആനിന്റെ മറ്റൊരു ഇജാസാണ്. അൽ മശാഇറുൽ ബശരിയ്യ, മനുഷ്യന്റെ കോൺഷ്യൻസിലേക്ക്, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ ഏത് മൂഡിലായാലും പ്രശ്നമില്ല. അതാണ് ഖുർആൻ. ഉദാഹരണം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കണം എന്ന് തീരുമാനിച്ചു പോയ പ്രവാചകരുടെ അനുയായിയായി മാറിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബിനെ കൊല്ലണമെന്ന് ചിന്തിച്ചു പോകുമ്പോഴല്ലേ ഒരാൾ വഴിയെന്ന് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരി ഫാത്തിമ ബിൻതുൽ ഖത്താബ് മുസ്ലിമത്താണ്, അവരെ പോയി നന്നാക്കിയിട്ട് പോരെ നിങ്ങൾ നബിയെ കൊല്ലാൻ. അങ്ങനെ തിരിച്ചുപോയി ചെന്ന് അവര് ഖുർആൻ ഓതാൻ, ഫാത്തിമ എനിക്കത് തരൂ എന്ന് പറഞ്ഞു. തരാൻ പറ്റില്ല, നിങ്ങൾ അവിശ്വാസിയാണ്, അതുകൊണ്ട് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായിട്ട് വരണം. കുളിച്ചു, ശുദ്ധിയായിട്ട് വന്നു. ദേഷ്യമുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതങ്ങനെ എടുത്തു നോക്കി, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഇത് മനുഷ്യന്റെ വചനമല്ലല്ലോ, ഇത് മനുഷ്യന് പറയാൻ കഴിയില്ലല്ലോ. ദേഷ്യമുള്ള ആളിന്റെ ഹൃദയത്തെ ചലിപ്പിച്ചു സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ വചനം. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്ന, കൊള്ളസംഘം പൈറേറ്റ്സ്, അവരുടെ നേതാവായിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവരാണ് ഒരു വീട്ടിൽ നിന്ന് മോഷണം നടത്തി മോഷണ വസ്തുവുമായി മതിൽ ചാടി കടക്കുമ്പോഴാണ് തൊട്ടടുത്ത കൂരയിൽ നിന്നൊരു പെണ്ണിങ്ങനെ ഓതിയത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഖുർആൻ ഓതുമ്പോൾ തജ്വീദിനനുസരിച്ച് ഓതണം എന്ന് പറയാൻ കാരണം അതാണ്. അത് പത്രം വായിക്കുന്ന പോലെ ഓതാൻ പാടില്ല. അതിന് വറത്തിലിൽ ഖുർആന തർതീല, അത് ഓതുന്ന രീതിയിലേ ഓതാവൂ. അത് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സ്ത്രീ ഓതിയത്? അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായിട്ടില്ലയോ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് തിന്മ ചെയ്യുന്നവനെ പേടിക്കാൻ നേരമായിട്ടില്ലേ. ഇത് കേട്ടപ്പോഴാണ് ബലാ ഖദ് ആന യാ റബ്ബ്, അല്ലാഹുവേ സമയമായി പടച്ചവനെ എന്നെ സ്വീകരിച്ചാലുമെന്ന് കൊള്ളപ്പണി നിർത്തിവെച്ച് വലിയൊരു ആലിമായി മാറി എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. മോഷ്ടാവിന്റെ മനസ്സിലേക്കും ചലനം ചെയ്തത് വിശുദ്ധ ഖുർആൻ. അർത്ഥമറിയേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. തുഫൈലുദ് ദൗസി എന്നവർ മക്ക കാണാൻ വന്നവരാണ്, കഅബ പ്രദക്ഷിണം ചെയ്യാൻ വന്നവരാണ്. അതൊന്നും ഒരു ചരിത്രവും നിഷേധിക്കാത്ത സംഭവങ്ങളല്ലേ.
ഖുറൈശികൾ പറഞ്ഞു, ഇദ്ദേഹമെങ്ങാനും ഖുർആൻ കേട്ടാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിലേക്ക് അങ്ങോട്ട് ചേർന്നു പോകും, അതുകൊണ്ട് ഇവരെ കേൾക്കാൻ സമ്മതിക്കരുത്. അവർ തീരുമാനിച്ചു. ചെവിയിൽ പഞ്ഞി വെച്ച് വിട്ടു. കഅബം തവാഫ് ചെയ്യാൻ വേണ്ടി പോയപ്പോ, കഅബം സർക്കിൾ ചെയ്യാൻ പോയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെയുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചെവിയിലെ പഞ്ഞെടുത്തു. ഇതെന്തൊരു മധുരമുള്ള വചനങ്ങൾ, ഞാനൊന്ന് ചെന്നിരിക്കട്ടെ, ഒന്ന് അടുത്ത് ചെന്നിരുന്നു. കുറെ അങ്ങ് കേട്ടു. ഇതെന്താ, ഇതാരുടെ വചനമാണ്? ഇത് അല്ലാഹുവിന്റെ വചനമാണ്. ഇത് ലോകാവസാനം വരെ നിലനിൽക്കാൻ പോകുന്ന മുഅ്ജിസത്താണ്, അമാനുഷിക സിദ്ധിയാണ്, അമാനുഷിക കഴിവാണ്. മഹാനായ തുഫൈലുദ് ദൗസി റളിയല്ലാഹു അൻഹു ഇസ്ലാം വിശ്വസിച്ചത് അവിടെയാണ്. നോക്കണം, സുബ്ഹാനല്ലാഹ്. ചലനമുണ്ടാക്കാൻ കഴിയും, ഒരു വാക്കും വെറുതെയല്ല, ഒന്നുപോലും വെറുതെയല്ല. അസ്മഈ എന്നവർ, അദ്ദേഹം അറബ് പണ്ഡിതനാണ്. അസ്മഈ എന്നവർ, അദ്ദേഹം ഹിജ്റ 2-3 നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. എന്താ ഓതുന്നത്? ഒരായത്ത്. അടുത്തൊരു ഭാഷ അറിയാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു ഇല്ലിറ്ററേറ്റ്, ഒരു കാടൻ അറബി എന്ന് പറയാം, അറാബി അടുത്തിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു മൂളിപ്പാട്ട് പാടുന്ന പോലെ മഹാന്മാരൊക്കെ ഒന്ന് ഖുർആനാ ഓതുക. അവരങ്ങ് ഖുർആൻ ഓതി. എന്താ ഓതിയത്? വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. അറബി, നിങ്ങളിപ്പോ എന്താ ഓതിയത്? ഞാൻ ഖുർആൻ. ഇതാരുടെ വാക്കാണ്? അല്ലാഹുവിന്റെ വാക്കാണ്. നിങ്ങൾ ഒന്നുകൂടെ ഓദിക്കാൻ. അപ്പോ അസ്മഈ എന്നവർ, അദ്ദേഹം പണ്ഡിതനായിരുന്നു, പക്ഷെ ഓർമ്മയില്ലാതെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇവിടെ. ഒന്നും കൂടി ഓതി. വസ്സാരിഖു വസ്സാരിഖതു, മോഷണം ചെയ്യുന്ന ആണായാലും പെണ്ണായാലും മോഷണം ചെയ്യുന്നവർ, ഫഖ്തഉ ഐദിയഹുമാ, കോടതിയിൽ വിഷയമെത്തിയാൽ ജഡ്ജ് അവരുടെ കൈമുറിക്കാനുള്ള നിയമമിറക്കും. ജസാഅൻ ബിമാ കസബാ, അവർ ചെയ്തതിനുള്ള പ്രതിഫലമാണത്. നകാലം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയുമാണ്. അസ്മഈ എന്താ ഓതിയത്? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. ആയത്ത് എങ്ങനെയാ? വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു ഏറ്റവും വലിയ അഭിമാനമുള്ള സർവശക്തനാണ്, അവൻ തന്ത്രജ്ഞനുമാണ്. അല്ലാഹു ഗഫൂറുർ റഹീം. നമുക്ക് പോലും ചില ആയത്തിന്റെ അവസാനം എന്താ ഇങ്ങനെ തോന്നുന്നു, അതിനൊക്കെ അർത്ഥമുണ്ട് അവിടെ. അറാബി പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഓതിയത് കറക്റ്റാണ്, വല്ലാഹു അസീസ്. അറാബി നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്കിത് മനസ്സിലായത്? എടോ, കൈ മുറിക്കണം എന്ന് പറഞ്ഞു, ഇത് അവനുള്ള ശിക്ഷയാണെന്നും പറഞ്ഞു, ഇത് അള്ളാഹ് ഇഷ്ടല്ല എന്നും പറഞ്ഞു. എന്നിട്ട് അള്ള പുറത്തു കൊടുക്കും, കാരുണ്യവാനാണെന്ന് അവസാനം പറഞ്ഞ അള്ള മുറിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? വല്ലാഹു അസീസുൻ ഹകീം. അള്ള മുറിക്കാൻ പറഞ്ഞാൽ അത് ആർക്കും ചോദ്യം ചെയ്യാവതല്ല. അവന്റെ നിയമത്തിൽ അള്ളാഹുവിന് ചില യുക്തി ഉണ്ടാവും, നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴല്ലേ ആ ആശയം തന്നെ യോജിക്കുന്നുള്ളൂ. ഇങ്ങനെ കൈമുറിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ള പുറത്തു കൊടുക്കും എന്ന് പറയേ. ആശയം കണ്ടപ്പോ മനസ്സിലായി ഇത് ഖുർആനല്ല, എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരുപാട് വിഷയങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല പറയുന്നുണ്ട് സഖാഹും റബ്ബുഹും ശറാബൻ തുഹൂറാ. സ്വർഗ്ഗത്തിലെത്തിയാൽ അല്ലാഹു മധുരപാനീയങ്ങൾ നൽകും. അല്ലാഹു നമുക്കെല്ലാം അത് എമ്പാടും നൽകുമാറാകട്ടെ. സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ഇരിക്കുന്നത്. നേരം വൈകിട്ടും നിങ്ങൾ ഈ കാത്തിരിക്കുന്നത് ഒന്ന് ദുആ ചെയ്ത് ഈ സദസ്സിന്റെ ഒരു ബറക്കത്ത് കിട്ടി പോകാനാണ്. അല്ലാഹു നമുക്ക് സ്വർഗ്ഗലോകത്തിൽ സഹായം നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ ഒരു അല്പനേരം കൂടെ ക്ഷമിക്കണം. സഖാഹും റബ്ബുഹും ശറാബൻ തുഹൂറാ. അല്ലാഹു ഏറ്റവും നല്ല പാനീയം അവരെ കുടിപ്പിക്കും സ്വർഗ്ഗത്തിൽ. പിന്നെ പറഞ്ഞു وَأَلَّذِ اسْتَقَامُوا عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُمْ مَاءً غَدَقًا. സത്യസരണിയിൽ, സത്യത്തിന്റെ മാർഗത്തിൽ അവർ നിലനിന്നാൽ അല്ലാഹു അവർക്ക് നല്ല ശുദ്ധവെള്ളം മഴ വർഷിപ്പിച്ചു കൊടുക്കും. ദുനിയാവിലെ മഴ പെയ്തപ്പോ എന്താ പറഞ്ഞത്? കുടിപ്പിക്കുന്ന അർത്ഥം. സഖാഹും എന്ന് പറഞ്ഞു, സ്വർഗത്തിൽ കുടിപ്പിക്കുന്നു പറഞ്ഞപ്പോ സഖാഹും. ദുന്യാവിൽ കുടിക്കുന്നു പറഞ്ഞപ്പോ അസ്ഖൈനാഹും. രണ്ടും പരിഭാഷ നോക്കിയാൽ നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കും, വെള്ളം തരുന്നേ കാണുള്ളൂ. അറബിയിലേക്ക് വന്നാൽ
സഖ എന്ന് പറഞ്ഞ കുടിപ്പിച്ചു, ഒരധ്വാനല്ലാതെ കുടിപ്പിക്കുന്ന. എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നുമ്പോഴേക്കും വായിലേക്ക് വരികയായി സ്വർഗത്തിൽ, തേടിപ്പോവേണ്ട ആവശ്യമില്ല. എന്താഗ്രഹിക്കുന്നുവോ അതങ്ങ് എത്തിക്കഴിഞ്ഞു. ഒരു പഴങ്ങ തിന്നണ, ഒരു ഫ്രഷ് ആയിക്കോട്ടെ, അത് മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നു. ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അപ്പൊ പറഞ്ഞു സഖാഹും, അല്ലാഹു കുടിപ്പിച്ചു. ആ വാക്കിൽ പ്രയാസമില്ലാതെ കുടിപ്പിച്ചു എന്നർത്ഥം. അസ്ഖൈനാഹും, അസ്ഖാ എന്ന് പറഞ്ഞാലും കുടിപ്പിച്ചു എന്നാ. പക്ഷെ അതിൽ അക്ഷരം കൂടുമ്പോ അർത്ഥം കൂടും. ഒരു പ്രയാസം വരും അവിടെ. എന്തേ? മഴ വർഷിച്ചു, മഴ, കിണറ്റിലുണ്ട് വെള്ളം, കിണറ്റിന്ന് കോരിയെടുക്കണം. പുഴയിലുണ്ട് വെള്ളം, പോയി നീ കൊണ്ടുവരണം. ഈ അനക്കം ദുന്യാവിൽ വേണം. ഒരു അധ്വാനല്ലേ കിടക്കട്ടെ. അസ്ഖൈനാഹും, ഇവിടത്തെ കുടിപ്പിക്കൽ തന്നെ. പക്ഷെ നിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചൊരു അനക്കം കൂടെ വേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, ഇത് വന്നത് ആ ഒരു ഹംസയുടെ ആ ഒരു പ്രയോഗമാണ്. അപ്പൊ ഖുർആന്റെ പ്രയോഗത്തിൽ ഒന്നുപോലും ഇതിൽ കുറെ വിഷയങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. ഒന്നുകൂടെ പറഞ്ഞ് അറബ് ഭാഷ നിർത്തി നമ്മൾ മറ്റു ചർച്ചയിലേക്ക് വരും. ഫൈനലി അവസാനം ഒരു വിഷയം, നമുക്കൊക്കെ സംശയം തോന്നുന്നൊരു വിഷയം, പ്രത്യേകിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ നമുക്ക് വസ്വാസ് വരും. ഇത് എങ്ങനെയാണ് ആ പ്രയോഗം? ഒന്നിങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കളെ കൊല്ലരുത് എന്നാ പറയുന്നത്. ഭ്രൂണഹത്യ ചെയ്യരുത്. അതിന് പലർക്കും പല കാരണങ്ങളാണ്. പെണ്ണ് വേണ്ടാന്ന് ചിന്തിക്കുന്നവരങ്ങനെ, ദാരിദ്ര്യം, കുട്ടികളെ എണ്ണം കൂടിയിട്ട് ഞാനങ്ങ് കുഴങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്നവരങ്ങനെ. രണ്ടിനും ഖുർആൻ ഒരു ഭാഗം പഠിപ്പിച്ചു. എന്താണ്? അതിങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ദാരിദ്ര്യം കാരണം മക്കളെ കൊല്ലരുതേ. ദാരിദ്ര്യം കാരണം മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നാമാണ്, ആ മക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നത് നാമാണ്. ഇനി വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ച് നിങ്ങൾ മക്കളെ കൊല്ലല്ലേ. നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും നിങ്ങൾക്കും നമ്മളാണ് ഭക്ഷണം തരുന്നത്. ഇവിടെ ഭക്ഷണം തരുന്നു പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞു കൊടുത്ത് ദാരിദ്ര്യം കാരണം പറഞ്ഞു നിങ്ങൾക്കും പിന്നെ മക്കൾക്കും. ദാരിദ്ര്യം പേടിച്ചു കൊല്ലല്ലേ, അവർക്കും നിങ്ങൾക്കും. എന്തിനായി മാറ്റ വ്യത്യാസം? എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്? അറബിയിലെ ദമീറാൻ. അറബ് ഭാഷ അറിയുന്നവർക്ക് ഇത് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. എന്താണത്? ദാരിദ്ര്യം ഉണ്ടാകുമ്പോ നമ്മുടെ ആദ്യത്തെ കൺസേൺ എന്താ? പഠിച്ചോനെ ഞാൻ കുടുങ്ങി പോകുമെന്ന് നോക്കുക. പിന്നെയാണ് മക്കൾ. പേടിക്കല്ലേ, നിങ്ങൾക്ക് ഞാനാ ഭക്ഷണം തരുന്നത്, മക്കൾക്കും. അതുകൊണ്ട് ദാരിദ്ര്യം കാരണം നീ കൊല്ലല്ലേ. ദാരിദ്ര്യം ഉണ്ട് കയ്യിൽ, അതുകൊണ്ട് നിന്റെ ചിന്ത നിന്റെ ഭക്ഷണമാണ്, അത് ഞാൻ തരും, മക്കളുടേതും ഞാൻ തരും, മക്കളെ കൊല്ലല്ലേ. സുബ്ഹാനല്ലാഹ്. ദാരിദ്ര്യം വരുമോന്ന പേടി. ഇപ്പൊ ദാരിദ്ര്യമൊന്നുമില്ല, പക്ഷെ ഒരു 4 മക്കൾ അങ്ങോട്ട് ജനിച്ചാൽ എന്റെ സമ്പത്ത് കുറയോ, 4 കുട്ടിനെ കല്യാണം കഴിച്ചാൽ പിന്നെ എന്റെ ഗൾഫിലെ സമ്പാദ്യമൊക്കെ പോയി പോകോ എന്ന് പേടിയുണ്ടെങ്കിലും കൊല്ലല്ലേ. അവിടെ നിന്റെ പേടി മക്കള് ജനിച്ചാൽ അവര് എന്റെ സമ്പത്ത് കൊണ്ടുപോയി എന്നിൽ നിന്ന് അവരെടുത്തു പോയാൽ പിന്നെ എനിക്കുണ്ടാവില്ലല്ലോ. അവിടെ പേടിക്കല്ലേ. വരാൻ പോകുന്ന മക്കൾക്ക് ഞാൻ കൊടുക്കും, നിന്റെ റിസ്ക് അല്ല അവരുടേത്. നിന്റെ ഭക്ഷണം ഒട്ടും കുറയൂല. അവര് നിന്റേത് എടുക്കാൻ പോകുന്നില്ല, അവർക്ക് ഞാൻ വേറെ തന്നെ കൊടുക്കും. അവർക്കും ഞാൻ കൊടുക്കും, നിനക്കും ഞാൻ തരും. സുബ്ഹാനല്ലാഹ്. ദാരിദ്ര്യം പേടിച്ചപ്പോ വരാൻ പോകുന്നവരെ പറ്റി ആദ്യത്തെ പ്രശ്നം, അത് ഞാൻ കൊടുക്കും, പിന്നെ എന്തിനാ നീ പേടിക്കും, നിനക്കും ഞാൻ തരും. ദാരിദ്ര്യം ഉണ്ടായപ്പോൾ പറഞ്ഞു നിനക്ക് ഞാൻ തരും, അവർക്കും ഞാൻ തരും, മക്കളെ കൊല്ലല്ലേ. സുബ്ഹാനല്ലാഹ്. ഇനി ഖുർആനിന്റെ ഈ പ്രയോഗങ്ങൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് അല്ലാഹുവിന്റെ വചനം സയൻസിന്റെ ലോകത്ത് അല്ലേ, ചന്ദ്രനിലും ചൊവ്വയിലും എത്തി നോക്കുന്ന മനുഷ്യന്റെ മുമ്പിലാണ് ഈ പരിശുദ്ധ വചനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അറബ് ഭാഷ ഞങ്ങൾക്കറിയില്ലല്ലോ, പേർഷ്യൻ ഭാഷക്കാരാണല്ലോ ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്, ഞങ്ങൾ തമിഴ് സംസാരിക്കും, ഞങ്ങൾക്ക് എന്താ ഈ അറബ് ഭാഷന്റെ സാഹിത്യം പറഞ്ഞു ഉസ്താദ്, ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇരിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നതും ഇവിടെ വേറെയുണ്ട്. ഖുർആൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപാടാണ്. ഭാഷയുടെ ഭാഗം ഒരു പിടി പഠിക്കാനുണ്ട്. ഈ സദസ്സിൽ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് മടുപ്പുളവാക്കും, അതുകൊണ്ട് ഞാൻ അത് മാറ്റി. പണ്ഡിതന്മാർ വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു സദസ്സിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഖുർആനിന്റെ ബലാഗത്ത് എന്താണ്. പക്ഷേ ചിന്തിക്കുന്ന സമൂഹത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഖുർആൻ എന്ത് പറഞ്ഞു? ഇന്ന് മനുഷ്യന് ബോധ്യപ്പെട്ട ഒരു പിടി വിഷയങ്ങളെ അല്ലാഹു ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത് നിന്റെ രക്ഷിതാവ് ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഒരുവനാണ്.
അല്ലാഹു സ്വമദ്, എല്ലാവർക്കും അല്ലാഹുവിനെ വേണം, അല്ലാഹുവിനെ ആരെയും വേണ്ട തന്നെ. അങ്ങനത്തെ സ്വമദാണ് അല്ലാഹു. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടവനും അല്ല. ഒരു കൂട്ടം സ്വഹാബികൾ ഇങ്ങനെ ഇരുന്ന് നബി തങ്ങൾ പോകുമ്പോ ഇങ്ങനെ എന്തോ ഭയങ്കര ചർച്ചയാ. നബി ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ അള്ളാനെ പറ്റി ചർച്ച ചെയ്യാ. പറഞ്ഞു അള്ളാനെപ്പ ആരാ പടച്ചത്, അള്ളാഹുപ്പ എങ്ങനെ ഉണ്ടായത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നല്ല മറുപടി, തഫക്കറൂ ഫീ ഖൽഖില്ലാഹ് വലാ തഫക്കറൂ ഫില്ലാഹ്. അല്ലാഹുവിന്റെ സത്ത എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് തലപുണ്ണാവേണ്ടതില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടുന്ന വിവരം അത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിവരമാണ്. എങ്ങനെ? 99 പരിശുദ്ധ നാമങ്ങൾ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു. അല്ലാഹുവിന് അതിലേറെയുമുണ്ട്. ഈ പരിശുദ്ധ നാമങ്ങളൊന്നും എല്ലാം ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ അല്ലാഹു ആരാണെന്ന് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു, പിശാച് നിങ്ങളുടെ മുമ്പിൽ വരും, നിന്നെ പടച്ചതാരാ? ഇന്നാൾ. അയാളെ പടച്ചത് ഇന്നാൾ. പോയി അല്ലാഹുവിനെ ആര് പടച്ചു? അങ്ങനെ ചോദിക്കും. അതുകൊണ്ട് അവിടെ എത്തുമ്പോ നീ പറയണം, ആമൻതു ബില്ലാഹി വറസുലി, അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും ഞാൻ വിശ്വസിച്ചേ എന്ന് പറഞ്ഞ് ചർച്ച നീ അവസാനിപ്പിക്കുക. എന്തുകൊണ്ട്? ലൻ തഖ്ദിറു ഖദറ, അത് മനസ്സിലാക്കാൻ നിന്റെ ഈ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഇല്ല. അത് അല്ലാഹു നാളെ മനസ്സിലാക്കി തരും, നാളെ കാണിച്ചു തരും. എന്തിനാ പേടിക്കുന്നത്? അല്ലാഹു നിന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി. ഇതാണ് നമുക്ക് ഇന്നത്തെ പ്രശ്നം. ഇതാണ്. കണ്ണിന് പരിധിയുണ്ടോ? ഉണ്ട്. ഈ ചുമരിന്റെ അപ്പുറത്തെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, അവിടെ ഒരു ക്യാമറ ഉണ്ട്, നമ്മൾ തൊട്ടടുത്തിരിക്കും, നമ്മൾ കാണുന്നില്ല. പക്ഷെ അപ്പുറത്ത് നടക്കുന്ന അയാൾ തന്റെ മൊബൈലിൽ വീഡിയോയിൽ കണ്ടുകൊണ്ടേയിരിക്കാം. ഒരു റൂം അടച്ചിടുന്നു, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് റേഡിയോ ഓൺ ചെയ്തു, ശബ്ദങ്ങൾ വരാൻ തുടങ്ങി. TV ഓൺ ചെയ്തു, ചിത്രങ്ങൾ വരാൻ തുടങ്ങി. ഇതൊക്കെ എവിടെയാ? ഇത് ഈ വായുവിൽ തന്നെ ഉണ്ട്. വായുവിൽ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു ഡിവൈസ് അല്ലാഹു കയ്യിൽ തന്നപ്പോ കാണാൻ പറ്റി. പക്ഷെ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നില്ല. പക്ഷെ ഒരു സാധനം ഉപയോഗിച്ചപ്പോൾ കേൾക്കാൻ പറ്റി. കാഴ്ചക്ക് കാണുന്നതിന് പരിധിയുണ്ടെങ്കിൽ അല്ലാഹു നൽകുന്ന ഒരു വസീല കൂടാതെ അത് സാധ്യമല്ലെങ്കിൽ, കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് പരിധിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്കും പരിധിയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെയല്ലേ മനുഷ്യൻ അല്ലാഹുവിന് കീഴൊതുങ്ങുന്നുള്ളൂ. അല്ലാഹുവിന് കീഴൊതുങ്ങാത്ത മനുഷ്യന്റെ ചിന്ത എന്താണ്? പടച്ചോൻ അത്ര വലിയ ആളോ, ഞാൻ അത്ര മോശക്കാരനോ? ഈ അഹങ്കാരമാണ് ദൈവമില്ല എന്ന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഒരുപാട് ഇവിടെയുണ്ട്, എത്രയോ ഉണ്ട്, ഒരുപാടുണ്ട്. എങ്ങനെയാ നമുക്ക് ഇക്ലി ഉണ്ടാകുന്നത്? എന്താ പറയാ തന്നെ, ടിക്ലിംഗ്. എങ്ങനെയാ ഇക്ലി ഉണ്ടാകുന്നത് എന്ന് ഇന്ന് സയൻസിന് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാ ഈ കോട്ടുവായ, ഒരാള് കോട്ടുവായ ഇട്ടാതെ ചെയിനായിട്ട് എല്ലാരും കോട്ടുവായ ഇടും. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു സ്ക്രീനിൽ ഒരാൾ കോട്ടുവായ ഇടുന്നത് കണ്ടാൽ കാണുന്ന മനുഷ്യന് കോട്ടുവായ വരും. എന്താ ഇവിടെ സംഭവിച്ചത്? ഇന്ന് സയൻസിന് മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടില്ല. അത്ഭുതങ്ങളുടെ അല്ലാഹു അടുത്ത തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കും. നമുക്ക് കിട്ടാത്ത പലതും അതേ ആയത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഖുർആനിന്റെ ദൗത്യം. അല്ലാഹു തആല അവന്റെ പരിശുദ്ധ വചനങ്ങളിൽ പറയുകയുണ്ടായി, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ. ഇത് ഈ വാക്കുകൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? നബി തങ്ങൾ അക്ഷരാഭ്യാസം നേടിയിട്ടില്ലല്ലോ. അത് ചരിത്രത്തിനറിയാം, അത് സത്യമാണ്. നബി തങ്ങൾ എഴുത്തും വായനയും പഠിച്ചില്ല. എന്നിട്ട് എന്തായി പറയുന്നത്? വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ. പർവ്വതങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? കാണുമ്പോൾ ചലിക്കാതെ നിൽക്കുന്നതായിട്ട് തോന്നുന്നു, അല്ലേ? വഹിയ തമുറു മർറസ്സഹാബ്. മേഘങ്ങൾ പോകുന്ന പോലെ പർവ്വതങ്ങൾ ചലിക്കുന്നുണ്ട്. സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കും തോന്നുന്നു പർവ്വതം ചലിക്കുന്നില്ല, അല്ലേ? നമ്മുടെ ഇസ്ലാമിക് സെന്റർ അടക്കം, ബുർജ് ഖലീഫ അടക്കം
എല്ലാ ലോകത്തെ നഗരങ്ങളിലെ സർവമാന ബിൽഡിങ്ങുകളും വാഹനങ്ങളും എല്ലാം കൊണ്ട് ഭൂമി എന്ന നമ്മുടെ പേടകം, അല്ലാഹു നമ്മെ വസിപ്പിച്ച ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. മുഅ്മിനെ, എത്രയാ വാഹനത്തിന്റെ സ്പീഡ് എന്നറിയുമോ? 1,08,000 കിലോമീറ്റർ ഒരു മണിക്കൂറിലെന്ന സ്പീഡിൽ ഈ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് അവർക്ക് മനസ്സിലായില്ല, ഇന്ന് മനസ്സിലായി. എന്തേ? പർവ്വതങ്ങളെ നോക്കുമ്പോ പർവ്വതം അവിടെ തന്നെയാണ്, അങ്ങനെ തോന്നുന്നു. മേഘം പോകുന്ന പോലെ പോകുന്നു. നോക്കണം ഖുർആനിന്റെ ശൈലി. പർവ്വതം പോകുന്നു എന്ന് പറഞ്ഞാൽ പർവ്വതം നടക്കണില്ലല്ലോ. എങ്ങനെ മേഘം പോകുന്നത്? മേഘം അവിടെ നിൽക്കുന്നു. ആരാ കൊണ്ടുപോകുന്നത്? കാറ്റ് കൊണ്ടുപോവുകയാണ്. പർവ്വതം നീങ്ങണില്ല. പർവ്വതം നിൽക്കുന്നെങ്കിൽ, പർവ്വതം നീങ്ങണമെങ്കിൽ ഭൂമി നീങ്ങണം. ഭൂമിയെ നീക്കുന്നുണ്ട് അല്ലാഹു. എന്നിട്ട് പറഞ്ഞു, സുൻ അല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സംവിധാനമാണ്. അല്ലദീ അത്ഖന കുല്ല ശൈ, എല്ലാം he has perfection in his creation. മനോഹരമാണ്. നമ്മൾ എങ്ങനെ ഉണ്ടായത് മാത്രം അറിഞ്ഞാൽ അത് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് എംബ്രിയോളജി പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ എങ്ങനെ ഉണ്ടായത്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ അലഖ്. മോറിസ് ബുക്കായി ഫ്രഞ്ചുകാരനാണ്. 998 മരിച്ചുപോയി. അദ്ദേഹം മുസ്ലിമാണ്. മുസ്ലിമാവാൻ ഒരൊറ്റ വാക്കാ കാരണം അല്ലേ? അല്ലാഹു മനുഷ്യനെ പടച്ചത് അലക്കിൽ നിന്നാണ്. അലക്ക് എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡം. രക്തപിണ്ഡത്തിന് അലക്ക് എന്ന് പ്രയോഗിച്ചു. ഒട്ടിപ്പിടിക്കുന്നത് അലക്ക്. അട്ടക്കും പറയും അലക്ക്. ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രക്തപിണ്ഡം ഒരു അട്ടയുടെ ആകൃതി പോലുമുള്ള സാധനമാണ്. ഗർഭാശയത്തോട് ഒട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ദീൻ പഠിച്ച മഹാനായ പണ്ഡിതനായിരുന്നു മോറിസ് ബുക്കായി. അദ്ദേഹം മരിച്ചു 998. ഫ്രഞ്ചുകാരനാണ്. അലക്ക്. ഭൂമി ചലിക്കും. നമ്മൾ അറിയുന്നുണ്ടോ ഭൂമിയുടെ ചലനം? എത്രയാ സ്പീഡ്? ഒരു സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ കിലോമീറ്ററിൽ 100, 150, 200 നമ്മൾ പിടിച്ചെന്ന് വരും. ഭൂമി പോകുന്നത് 1,08,000 കിലോമീറ്റർ പോകുന്നുണ്ട് ഒരു മണിക്കൂറിൽ. അങ്ങനെ 365 5 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45.51 സെക്കൻഡുകളുമായാൽ ഒരു കറക്കം പൂർത്തിയായി. സൂര്യന്റെ ചുറ്റുമുള്ള കറക്കം. സൂര്യനെ കേന്ദ്രബിന്ദുവാക്കി ഭൂമിയുടെ പോക്കാണ് ഈ പോക്ക്. മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിൽ. നമ്മൾ അറിയുന്നുണ്ടോ? ഒരു വാഹനം പോവുകയാണെങ്കിൽ എന്തൊരു സ്പീഡ്! നമ്മളങ്ങ് തുറച്ചുപോയില്ലേ ഭൂമിയിൽ? നമ്മൾ അറിയുന്നുണ്ടോ എത്ര അല്ലാഹു ലത്തീഫാണ്? അല്ലാഹുവിന്റെ 99 നാമങ്ങളിൽ ഒരു നാമം ലത്തീഫ്. അല്ലാഹുവിന്റെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രയാസം പറ്റാതെ അല്ലാഹു ചെയ്യാം. നിങ്ങൾ അറിയുന്ന പോലുമില്ല. സുബ്ഹാനല്ലാഹ്. ഇത് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ഇത് മനുഷ്യന്റെ വാക്കാണെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും? ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. ആ ഒരു തിരിച്ചിൽ പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ ഇന്ന് രാത്രിയായി. നാളെ ഇതേ സമയമാകുമ്പോ ഭൂമി നമ്മെ കൊണ്ട് ഒന്ന് തിരിഞ്ഞു. ഈ തിരിച്ചിലിന്റെ സ്പീഡ് എത്രയാ ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ അനുഭവപ്പെടുന്നത്? 1600 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറിൽ 1670 സ്പീഡ്. എവിടെ എത്തും അങ്ങനെ ഒരു പോക്ക് പോയാൽ? ഈ ഭൂമി ഇതൊക്കെ ഇങ്ങനെ this is by chance. How dare you talk like that? ഇതിങ്ങനെ ഉണ്ടായി എങ്ങനെ മനുഷ്യന് പറയാൻ കഴിയും? ആരാണ് അല്ലാഹ്? ഇതാണ് അല്ലാഹു എന്നല്ല പറയാ. എന്നിട്ട് നീ പറയാ ബൈ ചാൻസ്. Come and tell me. ഇത് അങ്ങനെ ഉണ്ടായി നീ പറയൂ. ഒരു ടിഷ്യൂ ഉണ്ടാക്കിയ ആളുണ്ട്, കമ്പനിയുണ്ട് അല്ലേ? ഇതുണ്ടാക്കിയവർ ഇങ്ങനെ ഈ പ്രപഞ്ചം ഇങ്ങനെ മനോഹരമായി സംവിധാനിച്ച അല്ലാഹു ഇല്ല എന്ന് മനുഷ്യ നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ലാഹ് ചോദിക്കുകയാണ്. وجعل القمر فيهن نورا وجعل الشمس سراجا. ചന്ദ്രൻ പ്രകാശമാണ്, സൂര്യൻ വിളക്കാണ്. നമ്മൾ സയൻസിന്റെ ചില ഭാഗങ്ങൾ പറയുന്നു. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു വിളക്ക്, സിറാജ്, വിളക്ക് എന്ന് പറഞ്ഞു. അത് കത്തുന്നതാണ്. ചന്ദ്രനെ പറ്റി പറയുമ്പോഴൊക്കെ നൂറിനെ പറയുള്ളൂ, പ്രകാശം. എന്തേ? ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. ഇനി മറ്റൊരു അത്ഭുതം അല്ലാഹുവിന്റെ മറ്റൊരു ആയത്തിൽ നമ്മുടെ ചർച്ച സമയമില്ലാത്തതുകൊണ്ട് മാറ്റിവെക്കുന്നു. ഭൂമി കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം ഒരു ഗോളത്തിലും അനുഭവപ്പെടുന്നുമില്ല, ചന്ദ്രനിലല്ലാതെ. അങ്ങോട്ട് പോയാൽ പിന്നെ ഇരുട്ടാണ്. ഇത് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്.
ഇത് 1400 കൊല്ലം മുമ്പത്തെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇന്ന് മനസ്സിലായ യാഥാർത്ഥ്യങ്ങൾ. എല്ലാ വസ്തുക്കളിലും ഇണകൾ, ഈ മൈക്ക് ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പിന്റെ ഓരോ പാണികളിലും അതിന്റെ ഓരോ ആറ്റത്തിന്റെ ഓരോ ഘടകങ്ങളിലും ഈ ശബ്ദം ഇവിടുന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകളായി കടന്നു പോകുന്ന ഈ ശബ്ദത്തിന്റെ ഓരോ ശബ്ദ വിതരണം ഈ വയറിലൂടെ പോകണമെങ്കിൽ കോടാനുകോടിക്കണക്കിന് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും വർക്ക് ചെയ്യണം. ആണും പെണ്ണെന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകൾ എല്ലാറ്റിലും. ഇത് പറഞ്ഞത് സൂറത്ത് യാസീൻ അല്ലേ? നമുക്കറിയില്ലേ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർളു. ഭൂമി പുറപ്പെടുവിക്കുന്ന ചെടികളിലുണ്ട് ആണും പെണ്ണും. ചെടികളിൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും നിങ്ങൾക്കറിയാത്ത പലതിലും ഇണകളുണ്ട് കേട്ടോ. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഇത് അന്ന് പറഞ്ഞു കൊടുത്താൽ അവർ എന്ത് ഖുർആൻ ഞങ്ങൾക്ക് തിരിയുന്നില്ലേ എന്ന് പറഞ്ഞ് ദീനിൽ വന്നവർ തിരിച്ചോടിയേനേന. അതുകൊണ്ട് ഖുർആൻ അവർക്ക് മനസ്സിലാകുന്നവർ അവർ മനസ്സിലാക്കി വെച്ചു. കാലം കഴിയുമ്പോ ഇനിയും അതേ ആയത്തിൽ നമുക്ക് ഇന്ന് മനസ്സിലാകാത്തത് ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട്. ഏറ്റവും വലിയ സംവിധാനം നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആര് കണ്ടുപിടിച്ചു? മനുഷ്യന്റെ ബ്രെയിൻ, മനുഷ്യന്റെ തലച്ചോറല്ലേ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് അല്ലേ? മനുഷ്യന്റെ തലച്ചോർ. എത്രയാ അതിന്റെ കപ്പാസിറ്റി? അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. വലഖദ് കറംനാ ബനീ ആദം. ആദം സന്തതിയെ നാം വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലതർകബുന്ന തബഖൻ അൻ തബഖ്. പടിപടിയായി മനുഷ്യൻ കയറി ചെല്ലുമെന്ന് ഖുർആൻ പറഞ്ഞു. ഒരുപക്ഷേ മനുഷ്യന്റെ ഘട്ടം ഘട്ടമായ ഈ ബൗദ്ധികമായ പുരോഗതി അതുകൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുണ്ടോ അല്ലാഹുവിന്റെ വചനം? അല്ലാഹു അഅലം. ഘട്ടങ്ങളിലായിട്ട് നമുക്കിത് മനസ്സിലാവുന്നത്. മനുഷ്യൻ ഈ ബ്രെയിൻ എന്താണ്? ഈ തലച്ചോറ്. സുബ്ഹാനല്ലാഹ്. 2 കോടി വലിയ വോള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളിൽ മുഴുവനും എഴുതപ്പെട്ടത് സ്റ്റോക്ക് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന്റെ സെല്ലുകൾക്ക് കഴിയുമെന്ന് ഇന്ന് സയൻസ് കണ്ടെത്തിയിരിക്കും. 2 കോടി പുസ്തകങ്ങളെ. ഇതിന്റെ പേര് വായിക്കാൻ നമുക്ക് ജീവിതത്തിൽ സമയം ഉണ്ടാവും. അത് മുഴുവൻ സ്റ്റോക്ക് ചെയ്യാൻ ബ്രെയിനിൽ ഇടമുണ്ട്. എന്താ ബ്രെയിൻ? ശരീരകോശങ്ങളല്ലേ. എന്നിട്ട് അല്ലാഹ് പറയാൻ, നീയാണോ പറയുന്നത് അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശലോകങ്ങളെ പടച്ച ഞാൻ, നിന്നെ പടക്കാൻ എനിക്ക് എന്താ പ്രയാസം? മരിച്ചിട്ട് ഞാൻ ജീവിക്കോ? ഈ ആകാശലോകത്തെ പടച്ച എനിക്ക് നിന്നെ ഒന്ന് ജീവിപ്പിക്കാൻ എന്താണ് മനുഷ്യ പ്രയാസം? ഖുർആൻ വളരെ സരസമായി ചോദിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. സുബ്ഹാനല്ലാഹ്. മരിച്ചിട്ട് ദുനിയാവിലെ കർമ്മങ്ങൾക്ക് മറുപടി പറയാനുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇവിടുത്തെ ജോലികൾ വെറുതെയല്ല. അല്ലാഹു ആകാശങ്ങളും ഭൂമികളും വെറുതെ പടച്ചതല്ല എന്ന് മസ്തിഷ്കത്തെ സംബന്ധിച്ച പറഞ്ഞു. നമ്മൾ വേദന പോകണമെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പോഴേ നമ്മൾ ഓപ്പറേഷന് വിധേയമാകുക അല്ലേ? ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്താലേ നമുക്ക് വേദന അറിയാതിരിക്കും. പക്ഷെ നമ്മുടെ ബ്രെയിൻ, തലച്ചോറ് എന്ന് പറഞ്ഞ സാധനത്തിന് വേദനയില്ല. അതങ്ങ് കഷ്ണം മുറിച്ചാലും വേദന അറിയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. തലച്ചോറ് കീറി മുറിഞ്ഞാലും മനുഷ്യന് വേദന വരില്ല. തൊലിപ്പുറത്ത് വേദന, തലച്ചോറിന് വേദന എന്ന സാധനമില്ല. പക്ഷേ നമുക്ക് വേദന അറിയാതിരിക്കണമെങ്കിൽ തലച്ചോറ് ഉറങ്ങണം. അപ്പോഴാണ് അനസ്തേഷ്യ ചെയ്തു എന്ന് പറയാം. ഇങ്ങനെ വലിയൊരു അത്ഭുതം. തലച്ചോറ് നമുക്ക് വിവരം തരണം. ഇരിക്കുന്ന മുഴുവൻ ആളുകളും നമുക്കൊന്ന് എഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഞാൻ എഴുന്നേൽക്കട്ടെ എന്നാണ് തോന്നുമ്പോഴേക്കും കാല് പൊന്തി, നമ്മുടെ ശരീരം പൊന്തി, നമ്മൾ നടന്നു. ഏത് സ്വിച്ചാണ് നമ്മൾ ഓണാക്കിയത്? ഞാൻ എഴുന്നേൽക്കട്ടെ എന്ന ഒരു ഇറാദത്ത്, ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബ്രെയിനിൽ. നമ്മൾ എഴുന്നേറ്റില്ലേ? നമ്മുടെ കാല് നടന്നില്ലേ? നമ്മൾ അറിഞ്ഞോ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എത്രയെല്ലാം സ്വിച്ച് ഓൺ ചെയ്യണമെന്ന്? ഇങ്ങനെയുള്ള മനുഷ്യനെങ്ങനെ അല്ലാഹു തആല ഇല്ലെന്ന് പറയും? അതുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിനീങ്ങളെ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഹിദായത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. മഹാനായ നസീം ബാക്കവി ഉസ്താദ് ഇവിടെ ഉണ്ട്. ഒരു അല്പം ഖിറാഅത്ത് മനോഹരമായി കേട്ടിട്ടേ നമ്മൾ പിരിയാവൂ എന്ന ഒരു വലിയ ആഗ്രഹത്തിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ വൈകാതെ നിർത്താൻ പോവുകയാണ്. ക്ഷമിക്കണം മുഅ്മിനീങ്ങളെ, നീണ്ടുപോവുകയാണെങ്കിൽ.
അല്ലാഹു പറഞ്ഞു വജഅല ലക്കുമുസ് സമഅ, കേൾവി തന്നില്ലേ അല്ലാഹു, വൽ അബ്സാർ, കാഴ്ചകൾ. കേൾവി ഒന്ന്, കാഴ്ചകൾ ഒരുപാട് കാഴ്ച. വൽ അഫ്ഇദ, ഹൃദയങ്ങളും തന്നില്ലേ അല്ലാഹു നിങ്ങൾക്ക്. എന്തിന്? ലഅല്ലക്കും തഷ്കുറൂൻ. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഈ ഒരു വാക്ക് ആകാശ ലോകങ്ങൾ നിറയാൻ പര്യാപ്തമാണ്. അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ള വചനമാണ്. എന്തിന്? കേൾവിക്ക്. ചെവി കേൾക്കാതെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് സംസാരിക്കാൻ പറ്റൂല. ചെവി, കാഴ്ച, ഹൃദയം എന്ന് പറഞ്ഞിടത്തൊക്കെ ആദ്യം പറയാം അല്ലാഹു കേൾവിയാ പറയാ. അത് ഏകവചനമായിട്ടാ പറയാ. നമ്മൾ എന്തെല്ലാം ഒരുപാട് ആളുകൾ നോക്കുന്നില്ലേ? നമ്മളൊക്കെ നോക്കുന്നത് വ്യത്യസ്ത കാര്യങ്ങളാ, പക്ഷെ നമ്മൾ കേൾക്കുന്നത് ഒന്നെയാണ്. ഒന്ന് ഈ പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ എന്തെല്ലാം കാണുന്നുണ്ടാകും ഇവിടെ. നമ്മുടെ ഒക്കെ കാഴ്ചകളാണ്. അപ്പൊ അല്ലാഹു പറയും അബ്സാർ, പക്ഷെ കേൾവി ഒന്നേ കേൾക്കാൻ കഴിയൂ. അത് നമ്മൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടും കാര്യമല്ല. ഇവിടെ 10 ആള് സംസാരിക്കുന്നുവെങ്കിൽ 10 നമ്മൾ കേൾക്കും. ഒറ്റ കേൾവി എല്ലാവർക്കും അതന്നെ കേൾക്കുക. ഞാൻ ഇഷ്ടപ്പെട്ട ആളത് മാത്രം കേൾക്കട്ടെ, ആരതാണോ ഒച്ചുള്ളത് അത് എല്ലാരും കേൾക്കും. അതുകൊണ്ട് കേൾവി ഒന്നാണ്. കാഴ്ചകൾ അല്ലാഹുവിന്റെ പ്രയോഗത്തിൽ സമഅ മുഫ്രദാണ്, ഏകവചനമായിട്ടാണ് സമഅ പറയാ. കാഴ്ച പറയുമ്പോൾ പ്ലൂറലായിട്ട് പറയാ. ഒരു വിഷയം കൂടെ പറയണം. എന്താണ് നമ്മുടെ ഈ ഹൃദയം, ഖൽബ്? ഈമാൻ ഇവിടെയാണ്. ഖൽബ് ഒറ്റക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണ്. എന്താണ് ബ്രെയിനും എന്താണ് ഹൃദയം? ഹൃദയത്തിലാണ് ഈമാൻ എന്ന് ഖുർആൻ പറയുന്നു. ഹൃദയമാണ് നിങ്ങളെ ഈമാനിലേക്ക്. അത്തഖ്വ ഹാഹുന, the consciousness of God is here. ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമെന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്ന് നടക്കുന്ന ഒരു ചർച്ചയാണ്. ബ്രെയിൻ സെല്ല് പോലെ മനുഷ്യന് കമാൻഡ്സ് കൊടുക്കാനുള്ള ഭാഗം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് എന്ന പഠനം നടക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന തലമുറ അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഹൃദയം കൊണ്ട് ആലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്. അതിന് ചർച്ച നടക്കുകയാണ്. 250 ഗ്രാമേ നമ്മുടെ ഹൃദയത്തിന്റെ വലുപ്പം, അത്രേ തൂക്കുള്ളൂ. 250-300 ഗ്രാം ചെറിയ സാധനം. ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന നമുക്ക് 22 ദിവസം പ്രായമായപ്പോഴേക്കും മിടിക്കാൻ തുടങ്ങിയ ഹൃദയമാണിത്. എത്ര? 22 ദിവസം, ഒരു മാസമായിട്ടില്ല ഉമ്മയുടെ ഗർഭാശയത്തിൽ. അവിടെ മുതൽ ഈ ഇരിക്കുന്ന നമ്മുടെ ഹൃദയമൊക്കെ മിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുഅ്മിനെ അറിഞ്ഞു, അല്ലാഹു നന്ദി ചെയ്യണില്ലേ എന്ന് പറഞ്ഞ ഭാഗമാണിതൊക്കെ. എന്താണ് ഈ ചിന്ത? ലോകത്ത് അക്രമവും അരാജകത്വവും തോന്നിവാസവും ഇതാണോ ലോകം? മനുഷ്യന്റെ ബ്രെയിൻ ഉപയോഗിക്കുന്നില്ലേ? നിന്റെ ഹൃദയം അത്ഭുതമല്ലേ? 22 ഇനി മരിക്കോളം വർക്ക് ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഹൃദയം ഉറങ്ങിയാൽ പറയും ഹാർട്ട് അറ്റാക്ക് ആയി. അല്ലാഹു ഫുജ്അത്തുൽ മൗത്ത് നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ മിനിറ്റിൽ 72 പ്രാവശ്യം ഹൃദയം പമ്പ് ചെയ്യാൻ സ്പന്ദനം. 72 times per minute. ഒരു മിനിറ്റിൽ 72. ഒരു മിനിറ്റിൽ 60 സെക്കൻഡേ ഉള്ളൂ. 72 പ്രാവശ്യം ഹൃദയം മിടിച്ചു. അപ്പൊ ഒരു മിടിപ്പിന് 1 സെക്കൻഡ് പോലും വേണ്ട. 1 സെക്കൻഡിൽ താഴെ മതി. 0.32 0.32 സെക്കൻഡ്. 1 സെക്കൻഡിൽ പകുതിയിലും താഴെ സമയം കൊണ്ട് ഒരു മിടിപ്പ് വരും. ആ മിടിപ്പിന്റെ ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അത് 0.48. അതായത് 1 സെക്കൻഡിന്റെ പകുതിയോളം വരുന്ന സമയം ഒന്ന് റെസ്റ്റ് എടുക്കും ഹൃദയം. എന്നിട്ട് അടുത്ത മിടിപ്പ്. ഇങ്ങനെ മിടിക്കുന്ന ഹൃദയം നമ്മൾ വിചാരിക്കും റെസ്റ്റ് എടുക്കണില്ല. ഹൃദയത്തിന് റെസ്റ്റ് 2 മിടിപ്പുകൾക്കിടയിലാണ്. ഓരോ 32 സെക്കൻഡ്, 1 സെക്കൻഡിന്റെ പകുതിയിൽ താഴെ 0.32 ഹൃദയം മിടിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വിശ്രമം 0.48. അത് മതി ഹൃദയത്തിന് വിശ്രമിക്കാൻ. വിശ്രമം എടുത്തു ഹൃദയം. അങ്ങനെ ഹൃദയം പമ്പയിനെയാണ്. ബ്രെയിൻ പോലും, തലച്ചോറ് പോലും നിലച്ചാൽ തലച്ചോറിന്റെ കമാൻഡ് പോലും ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്ന അല്ലാഹു സൃഷ്ടിച്ച അത്ഭുതമല്ലേ മനുഷ്യന്റെ ഹൃദയം? ഹൃദയത്തിലേക്ക് പോകുന്ന എല്ലാ ഞരമ്പും മുറിച്ചിട്ടാലും ഹൃദയം വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിൽ സർജറി ചെയ്യുന്നത്. ഹൃദയം സ്വയം പ്രവർത്തിക്കാനുള്ള സിദ്ധി. ഇതൊക്കെ നമ്മൾ ബയോളജിയിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഹൃദയം റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ മൊത്തത്തിൽ പറയും. ഹൃദയം ജന്മം 22ാമത്തെ ആ ദിവസം മുതൽ മരിക്കുവോളം മരണ സെക്കൻഡ് വരെ പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇടയ്ക്ക് വിശ്രമം. അങ്ങനെ വന്നാൽ 70 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യനിൽ ഹൃദയം മിടിച്ചത് 27 വർഷമാണ്.
43 വർഷം ഹൃദയം വിശ്രമത്തിലായിരുന്നു. 70 വയസ്സ് നമുക്ക് പ്രായമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം വർക്ക് ചെയ്ത സ്പന്ദിച്ച സമയം 27 വർഷം മാത്രമാണ്. ആ 70 വർഷത്തിൽ 43 വർഷവും ഹൃദയം റെസ്റ്റില. എന്തായി റെസ്റ്റ്? 2 മിടിപ്പിന്റെ ഇടയിലെ കുറച്ചു നേരം മൂടിപ്പോച്ച് ഉറങ്ങണില്ല. ഉറങ്ങിയ നമ്മൾ മരിച്ചു. അല്ലാഹു ചോദിക്കുന്നു, ലഅല്ലകും തഷ്കുറൂൻ, ഇത് പടച്ച അല്ലാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? യാ റബ്ബി ലകൽ ഹംദ് യാ അല്ലാഹ്. അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ. കണ്ണിങ്ങനെ ഇമ വെട്ടുകയാണ്. കണ്ണിങ്ങനെ ഇമ വെട്ടുന്നു. കണ്ണിൽ വെള്ളം, കണ്ണിൽ കണ്ണുനീർ എന്തിനാ കണ്ണുനീര്? കണ്ണിന് പറ്റാത്ത എന്തെങ്കിലും വന്നാൽ ഉടനെ കഴുകുകയാണ്. കണ്ണുനീര് വേണം. കഴുകി ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കാൻ. കണ്ണിലേക്ക് സാധനങ്ങൾ വരുന്നു. നമ്മുടെ കോർണിയുടെ മധ്യഭാഗത്ത് നമ്മുടെ കൃഷ്ണമണി എന്ന് പറഞ്ഞ പ്യൂപ്പിൾ, അതിന്റെ ഉള്ളിലൂടെ കടന്ന് അല്ലാഹു തആല വസ്തുക്കളെ നമ്മുടെ ബ്രെയിനിലേക്ക് വിവരം കൊടുത്ത് ഞാൻ ഈ കാണുന്നത് ഇന്നതാണെന്ന് എപ്പോഴതൊക്കെ മനസ്സിലാക്കണത്? സെക്കൻഡിൽ 10,000 അംശത്തിനുള്ളിൽ കാര്യം നടന്നില്ലേ? എന്താണ് ഈ കാഴ്ച? അത്ഭുതമല്ലേ? കാഴ്ച തന്നത് അല്ലാഹുവല്ലേ? ആ നിഅമത്ത് മരണം വരെ അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. കേൾവി, കേൾക്കൽ മാത്രമല്ല, നമ്മുടെ ബാലൻസ്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന 3 സെമി സർക്കുലർ കനാലുകളുണ്ട്. നമ്മുടെ കോക്ലിയയുടെ മേൽഭാഗത്തുള്ള അർദ്ധവൃത്തമുള്ള 3 കനാലുകൾ. ഇതങ്ങോട്ട് ബ്ലോക്കായാൽ നിൽക്കുന്ന മനുഷ്യൻ വീഴും. നമ്മുടെ ബാലൻസ് 2 ചെവികളിലൂടെയാണ്. കേൾക്കുന്നത് വേറെ, അതിന്റെ മറ്റു വിഷയങ്ങൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഖുർആൻ പറഞ്ഞു, അല്ലാഹു ഇല്ല എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ വരും. കൺക്ലൂഡ് ചെയ്യാം. അല്ലാഹു മനുഷ്യരൂപത്തിലാണ് എന്ന് പറയുന്നവർ വരും. അല്ലാഹു തആലയുടെ എക്സിസ്റ്റൻസ് നിഷേധിക്കുന്നവർ വരും. ചാൾസ് ഡാർവിന്റെ വരവ് ഇസ്ലാം അല്ലാഹു പറഞ്ഞ വചനങ്ങളുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അല്ലാഹു പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. കേട്ടു പരിചയമുള്ള ആയത്താണല്ലോ. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതിയ സൂറയാണ്. മനുഷ്യൻ വെറുതെ ഉണ്ടായതാന്ന് പറയും. ആകാശഭൂമികൾ ഇത് എങ്ങനെ തന്നെയാണെന്ന് പറയും. പ്രകൃതിയാന്ന് പറയും. മനുഷ്യൻ കൊരങ്ങെന്നാന്ന് പറയും. ഇതൊക്കെ പറയുന്നവർ മുദല്ലീൻ, പിഴപ്പിക്കുന്ന ആളുകൾ ഇവിടെ വരും. ഖുർആന്റെ പ്രയോഗം നോക്കണം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നിങ്ങൾ ഓതിയിട്ടില്ലേ? നമുക്ക് നിർത്താനുള്ള ഒരു അലാമ ഇൻഷാ അല്ലാഹ് അല്പനേരം കൂടെ. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഖുർആന്റെ പ്രയോഗം അധികം ആളുകൾക്കും അറിയില്ല. അല്ലാഹുവിനെ പറ്റി അറിയില്ല. സുബ്ഹാനല്ലാഹ്. ലോകത്തുനിന്ന് മുസ്ലിമാണോ കൂടുതൽ, അമുസ്ലിമാണോ കൂടുതൽ? മുസ്ലിം എണ്ണത്തിൽ നമുക്ക് അല്പുണ്ടെങ്കിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ കുറവാണ്. നിരീശ്വരവാദമല്ലേ എന്ന് ലോകത്തെ ഖുർആൻ പറയുന്നു. അധികം ആളുകളും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ വന്നാൽ അധികം ആള് മുസ്ലിം ന്യൂനപക്ഷമാണെന്നും ബഹുഭൂരിപക്ഷം കുഫ്രിന്റെ ആളുകളാണെന്നും വരണം. അപ്പോഴല്ലേ ആ വാക്ക് ശരിയാവുള്ളൂ. അപ്പോഴല്ലേ അക്സറന്നാസ്, അധികം ആളും ചിന്തിക്കണില്ല. അന്ന് ഇതല്ലേ നടക്കുന്നത്? അതാണ്. എന്താണ് ആയത്ത് പറയുന്നത്? മാ അശ്ഹത്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി. ആകാശഭൂമികളെ പടച്ചത് എങ്ങനെയാണെന്ന് മനുഷ്യന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം. അവരെ തന്നെ എങ്ങനെയാ പടച്ചതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടോ? ഷേക്സ്പിയർ മാക്ബത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ it's a great skill of God that no one can see his face but in a mirror. പടച്ചതമ്പുരാന്റെ വല്ലാത്തൊരു വികൃതിയാണ്. നമ്മുടെ മുഖം കാണണമെങ്കിൽ നമുക്കൊരു കണ്ണാടി വേണം. അല്ലാതെ നമ്മുടെ മുഖം കണ്ണ് പ്രവേശിക്കാൻ പറ്റുമോ? കാണാൻ കഴിയില്ല. അല്ലാഹു പറയുന്നത് അതുപോലുമല്ല ഇവിടെ. നിന്റെ ജന്മം എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നീ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ആദം അലൈഹിസ്സലാമാണ് ആദ്യ മനുഷ്യനെന്ന്. കുരങ്ങല്ല, വാലുമുറിഞ്ഞുണ്ടായതല്ല. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു മണ്ണിൽ നിന്ന്. പിന്നെ പറഞ്ഞു ത്വീൻ, മണ്ണിലേക്ക് വെള്ളം ചേർത്താൽ കുഴച്ചു കഴിഞ്ഞാൽ അതാണ് ത്വീൻ.
പിന്നെ പറഞ്ഞു മിൻ ഹമഇൻ മസ്നൂൻ, ആ വെള്ളവും മണ്ണും കൂടിച്ചേർന്നതിനെ വഴുവഴുപ്പായി ഒരു ഷേപ്പ്, ഒന്ന് ആകൃതി എടുക്കാനുള്ള പരുവത്തിലേക്ക് മാറിയാൽ അതിനെപ്പറ്റി പറയും ഹമഇൻ മസ്നൂൻ. പിന്നെ അല്ലാഹു പറഞ്ഞു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദിക്കുന്ന ഉറച്ച ഒരു മണ്ണിൽ നിന്ന് ഫനഫഖ്തു ഫീഹി മിർ റൂഹി, പിന്നെ നാം ആത്മാവ് ഊതുകയാണ് ഉണ്ടായത്. അങ്ങനെയാ മനുഷ്യരുണ്ടായത്. ഇത് നീ കാണാത്ത വിഷയമാണ് മനുഷ്യ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പറയാണ്, നീ എങ്ങനെയാ കുരങ്ങുന്നുണ്ടായി എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഡാർവിനിസം നീ പറയുന്നത്? അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അബുദാ, ഇങ്ങനെ അല്ല എന്ന് വഴിപിഴപ്പിക്കുന്ന ആളുകളുണ്ട്, അവരുടെ മാർഗം ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയണം നബിയേ. അത് ഇന്നാണ് അർത്ഥം വെച്ച് നോക്കി. സൃഷ്ടിപ്പ് ഇങ്ങനെയാണെന്ന് അല്ലാഹു പറഞ്ഞിട്ട് അല്ല എന്ന് വഴിതെറ്റിപ്പിക്കുന്നവർ ഇവിടെ വരാനുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയൂ നബിയെ. ഇത് നമ്മളൊക്കെ പറയണം. ഡാർവിനിസം വിശ്വസിക്കുന്ന ഒരാൾ കുഫ്റാണ് വിശ്വസിക്കുന്നത്. മഅദല്ലാഹ്. 16 ലവണങ്ങളുണ്ട് മണ്ണിൽ, ഓക്സിജൻ മുതൽ മാംഗനീസ് വരെ. ഫലപുഷ്ടിയുള്ള മണ്ണിൽ അതുണ്ട്. ശരീരത്തിലും ഈ 16ഓളം ലവണങ്ങളുണ്ട്. മരിച്ചാൽ എന്താ ലോകത്ത് വലിയ ചർച്ച നടക്കുന്ന, ആദ്യം അല്ലാഹു വസ്തുവാ ഉണ്ടാക്കിയത്, പിന്നെയാണോ റൂഹ് ഊതിയത്? അല്ല, റൂഹ് ആദ്യം ഉണ്ട്.